ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങളിലേക്കാണ്. ഇന്നാണ് അങ്ങനെ നിരവധി തീർത്ഥാടകർ ഭക്തരൊക്കെയും കാത്തിരുന്ന ആറ്റുകാൽ പൊങ്കാല ദിനം. എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഭക്തജനലക്ഷങ്ങളാണ് ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നതിനായി തിരുവനന്തപുരം നഗരിയുടെ നാനായിടങ്ങളിലും ഇടം പിടിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ എത്തി കാത്തിരിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. ഇന്ന് രാവിലെ 9:45 ശുദ്ധ പുണ്യാഹത്തോടെയാണ് പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാവുക. 10:15 അടുപ്പുവെട്ട്, 1:15 നിവേദ്യ സമർപ്പണം. ഇങ്ങനെയാണ് ഈ വർഷത്തെ പൊങ്കാലയുടെ ക്രമീകരണം. നമ്മുടെ റിപ്പോർട്ടർമാരൊക്കെയും പതിവ് പോലെ തന്നെ എല്ലാ ആറ്റുകാൽ പൊങ്കാലയുടെയും പോലെ തന്നെ തയ്യാറായിട്ടുണ്ട്. ഷീജ ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നും പണ്ടാര അടുപ്പിന് സമീപത്തു നിന്നും ഉണ്ട്. ഷീജ, ഗുഡ് മോർണിംഗ്. അങ്ങനെ പതിവ് പോലെ മറ്റൊരു ആറ്റുകാൽ പൊങ്കാല ഷീജ അമ്പലനടയിലും ഞാൻ ന്യൂസ് ഫ്ലോറിലും വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് വ്യത്യസ്തമായി പ്രതീക്ഷിച്ചതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ഭക്തരുടെ ഒരു ഒഴുക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ കണക്കുകൾ താരതമ്യം ചെയ്യുമ്പോൾ അതുണ്ട് എന്നതാണ് ഇന്നലെ തന്നെ നമ്മുടെ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത്. അമ്പലനടയിലല്ലേ ഇപ്പോഴുള്ളത്? ഗുഡ് മോർണിംഗ് ആവ്യ. അതെ, ഞാനിപ്പോഴുള്ളത് ക്ഷേത്രത്തിന്റെ നടയിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ എനിക്ക് പിന്നിൽ കാണാം എത്രത്തോളമാണ് ഇവിടുത്തെ ഒരു തിരക്ക് എന്നുള്ളത്. കാരണം ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഇവരുടെ ഈ പൊങ്കാല ദിവസത്തേക്കുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്നത്. അത്രത്തോളം വ്രതശുദ്ധിയോടുകൂടി അവർ ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നതാണ്. ഇന്നിപ്പോൾ രാവിലെ 5 മണിക്ക് ക്ഷേത്ര നട തുറന്നപ്പോൾ മുതൽ തന്നെ ദർശനത്തിന് വേണ്ടിയിട്ടുള്ള തിരക്ക്, വലിയൊരു തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇത് ഏകദേശം പൊങ്കാലയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് തൊട്ടു മുൻപ് വരെയും ഈ രീതിയിലുള്ളൊരു തിരക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം കഴിഞ്ഞ ദിവസം രാത്രി ക്ഷേത്രനട അടയ്ക്കുന്നത് വരെയും അത്രത്തോളം തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടിരുന്നത്. ക്ഷേത്രത്തിൽ ഈ പൊങ്കാല മഹോത്സവം തുടങ്ങുന്ന ദിവസം മുതൽ ആ രീതിയിലുള്ളൊരു ഭക്തജന തിരക്കാണ് തലസ്ഥാനത്ത് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ചും തലസ്ഥാനത്ത് ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലും ആ രീതിയിൽ ആണ് ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത് എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇന്നാണ് അവർ എല്ലാവരും കാത്തിരുന്ന ആ ദിവസം. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുവാൻ വേണ്ടി എല്ലാവരും ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്ത്, അതായത് അനന്തപുരി ഒന്നടങ്കം കീഴടക്കിയാണ് ഇവർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. കാവ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ 9:45 കൂടിയാണ് പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകുക. പുണ്യാഹം തെളിച്ച് ആ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നതായിരിക്കും. ഇവിടെ ഭണ്ഡാര അടുപ്പിന് ആ സമയത്തായിരിക്കും അതൊക്കെ സജ്ജമാക്കുക. അതിന് പണ്ടാരടുപ്പിന് തൊട്ടടുത്തായി തന്നെ ഈ തോറ്റം പാട്ടുകാർ പാണ്ഡ്യരാജാവിൻ്റെ വധം ആ ഭാഗം വായിച്ചു തീരുമ്പോഴാണ് ഈ പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകുക. ഏതായാലും പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകുന്ന സമയത്ത് ക്ഷേത്രത്തിനകത്ത് മേൽശാന്തി അവിടെ ശ്രീകോവിലിൽ ദീപം തെളിയിക്കും. ദീപം തെളിയിച്ചിട്ട് ആ തീ പകർന്നായിരിക്കും ക്ഷേത്രത്തിനുള്ളിലുള്ള അടുപ്പിലേക്ക് തീ പകരുക. അവിടെ നിന്നും ആയിരിക്കും ആ തീ പകർന്ന് പണ്ടാരടുപ്പിലേക്ക് കത്തിക്കുക. ഈ പണ്ടാരടുപ്പിൽ തീ കത്തിക്കുന്ന അതേ സമയം തന്നെ ഈ ലക്ഷോപലക്ഷം ഭക്തജനങ്ങളുടെയും പൊങ്കാല അടുപ്പുകളിലേക്ക് തീ പകരും എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുക തലസ്ഥാനം, അതായത് അനന്തപുരി ഒരു യാഗശാലയായി മാറുന്ന ഒരു കാഴ്ചയായിരിക്കും പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നീട് എല്ലാവരും ആറ്റുകാലമ്മയ്ക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നതിൻ്റെ ഒരു തിരക്കിൽ തന്നെയായിരിക്കും എല്ലാ ഭക്തജനങ്ങളും ഉണ്ടാകുക. അതിൽ വിവിധ തരത്തിലുള്ള പൊങ്കാല പായസമുണ്ട്, അതോടൊപ്പം തന്നെ മണ്ടപ്പുറ്റ്, തെരളി, അങ്ങനെ നിരവധി വിഭവങ്ങളാണ് ആറ്റുകാലമ്മയ്ക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ ഇവർ ഓരോരുത്തരും തയ്യാറാക്കുക. അത് ആ രീതിയിൽ തയ്യാറാക്കി പിന്നീട് ഇത് പൊങ്കാല നിവേദ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പാണ്. അത് ഇത്തവണ കുറച്ച് നേരത്തെയാണ് എന്ന് തന്നെ പറയാം. ഇത്തവണ ഉച്ചയ്ക്ക് 1:15 കൂടിയാണ് പൊങ്കാല നിവേദ്യം. അതിനുവേണ്ടിയും പ്രത്യേകമായി തന്നെ ശാന്തിമാരെ ഒക്കെ നിയോഗിച്ചിട്ടുണ്ട്. ആ രീതിയിൽ പുണ്യാഹത്തോടുകൂടി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സമാപനമാകും. എന്നാലും ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഒരു ദിവസം കൂടി കഴിഞ്ഞ് മറ്റു ചടങ്ങുകളൊക്കെ പൂർത്തിയായതിനു ശേഷമായിരിക്കും കഴിയുക. ഏതായാലും ഈ ഒരു പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് ഭക്തജനങ്ങൾ ഇത്രത്തോളം കാത്തിരിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത്. അത് കൃത്യമായ രീതിയിൽ തന്നെ ഓരോ വർഷവും
സർക്കാർ ചെയ്തു പോരുന്നുണ്ട്. ഇത്തവണ ഹരിതചട്ടം പാലിച്ചുള്ള ആറ്റുകാൽ പൊങ്കാലയാണ്. അതോടനുബന്ധിച്ച് തന്നെ ഇവിടെ എത്തുന്ന ഈ ഭക്തജനങ്ങൾക്ക് അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് പോലീസിൻ്റെ കൃത്യമായ രീതിയിലുള്ള വിന്യാസം എല്ലായിടങ്ങളിലും, പ്രത്യേകിച്ചും ക്ഷേത്രത്തിലും ക്ഷേത്ര പരിസരത്തുമായി പോലീസിൻ്റെ എണ്ണം ഇത്തവണ കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ പൊങ്കാല ദിവസത്തെ മാത്രം ഡ്യൂട്ടിക്ക് വനിതാ പോലീസുകാർ 1000 പേരെയാണ് വനിതാ പോലീസുകാരെ നിയോഗിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ വിവിധ വകുപ്പുകളുടെ ഒരു ഏകോപനം, അതിപ്പോൾ അഗ്നിശമന സേനയുടെ പ്രവർത്തനമാകട്ടെ, അല്ലെങ്കിൽ പോലീസിന്റെ പ്രവർത്തനമാകട്ടെ, ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനമാകട്ടെ, ഇവരുടെയൊക്കെ ഈ കാണുന്ന എനിക്ക് പിന്നിൽ കാണുന്ന ഈ ലക്ഷോപലക്ഷം ഭക്തരുടെ ആരോഗ്യ സുരക്ഷ കൂടി ഉറപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ പലയിടങ്ങളിലും മെഡിക്കൽ ക്യാമ്പുകൾ അടക്കം സജ്ജമാക്കി ആ രീതിയിലാണ് ഇവിടെ എത്തുന്നവർക്ക് എല്ലാ വിധത്തിലുള്ള സുരക്ഷയും ഉറപ്പാക്കുന്നത്. ഭക്ഷണം, വെള്ളം, ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ആ രീതിയിൽ സജ്ജമാണ് എന്ന് തന്നെ പറയാം. ആ രീതിയിൽ സർവം സർക്കാർ തലത്തിലും പ്രത്യേകിച്ചും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് തിരുവനന്തപുരം നഗരസഭയുടെയും ഒരു പ്രധാന ഇടപെടൽ എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം കാര്യക്ഷമമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് സർക്കാരും നഗരസഭയും ചേർന്ന് ഇവിടെ എത്തിയിട്ടുള്ള ഭക്തജനങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിട്ടുള്ളത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാവ്യ, ഏതായാലും ഇനിയിപ്പോൾ കുറച്ച് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്ന ഒരു കാത്തിരിപ്പാണ്. അതിനുശേഷം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ആറ്റുകാൽ പൊങ്കാലയിലേക്ക് എത്തുന്നതായിരിക്കും. കൃത്യം 9:45 തന്നെ ഇവിടെ ഈ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നതായിരിക്കും. ഏതായാലും ഇവിടെ നിരവധി പേരാണ്, നമുക്കിപ്പോൾ നമ്മുടെ ഫ്രെയിമിൽ തന്നെ കാണാൻ സാധിക്കും. നിരവധി പേരാണുള്ളത്. എവിടെ നിന്നാണ് ചേച്ചി വരുന്നത്? വർക്കല. എല്ലാ തവണയും പൊങ്കാല ഇടുന്നതാണോ? ഒരുവിധം പറ്റുന്ന സമയത്തിലല്ല. എത്ര വർഷമായി പൊങ്കാല ഇടാൻ തുടങ്ങിയിട്ട്? 12 വർഷമാവും. പരമാവധി മുടക്കാതെ എത്താൻ ശ്രമിക്കാറുണ്ട്. ചേച്ചി എവിടെ നിന്നാ വരുന്നേ? കല്ലറ. എത്ര കൊല്ലായി പൊങ്കാല ഇടാൻ തുടങ്ങിയിട്ട്? 19-20 വർഷമായിട്ട്. 20 വർഷമായി. എല്ലാ തവണ എന്തുകൊണ്ടാണ് പൊങ്കാല ഇടാൻ വരണം എന്ന് തോന്നുന്നത്? നമ്മൾ വിളിക്കുന്ന വിളി അമ്മ കേൾക്കുന്നുണ്ട്. ഇത്തവണ എന്തൊക്കെയാണ് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായി? നമ്മൾ ഏത് കാര്യം സാധിച്ചു തരാൻ വേണ്ടി അമ്മയെ പ്രാർത്ഥിച്ചാലും ആ വിളി കേൾക്കുന്നുണ്ടോ? അങ്ങനെ ഏതായാലും ആ ഒരു തിരക്കിലാണ്, ക്ഷേത്ര ദർശനത്തിലുള്ളൊരു തിരക്കിൽ കൂടിയാണ് ഭക്തജനങ്ങൾ ഉള്ളത്. ആ രീതിയിലാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ തയ്യാറാക്കി അവർക്കൊരു സന്തോഷമാണ്. കാരണം അവർ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ ഉണ്ടാകുന്നു, അതിൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഒരു ഫലം ആ രീതിയിൽ ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം കൂടിയാണ് ആറ്റുകാൽ അമ്മയ്ക്കായി അവർ ഈ ഒരു പൊങ്കാല അർപ്പിക്കുന്നത്. ഏതായാലും എല്ലാ രീതിയിലും ആറ്റുകാൽ ക്ഷേത്രവും സജ്ജമാണ്, സർക്കാർ സംവിധാനങ്ങളും സജ്ജമാണ് എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. കാവ്യ, ഷീജ, ഞാൻ ദൃശ്യങ്ങൾ അങ്ങനെ കണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഫ്രെയിമിൽ തന്നെ ഫ്രെയിമിൽ ഉൾക്കൊള്ളുന്നതിനപ്പുറത്തേക്ക് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ആറ്റുകാൽ ക്ഷേത്ര പരിസരം. പൊങ്കാല ഇടാൻ എത്തിയിരിക്കുന്ന, എടുത്തു പറയണം, സ്ത്രീജനങ്ങളെ കൊണ്ട് എന്ന് തന്നെ നമ്മൾ പറയണം. അത്രത്തോളം വലിയ, നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ തലസ്ഥാന നഗരിയാകെ സ്ത്രീജനങ്ങളുടെ ഒരു വലിയ ഉത്സവ കാഴ്ചയായി മാറുന്ന ഒരു കാര്യം കൂടിയാണ്, ഒരു ഏകോപനത്തിൻ്റെ കാഴ്ച കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. ഷീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൃത്യമായ മാതൃകാപരമായ ഏകോപനത്തിന്റെ, ചിട്ടയായ ക്രമീകരണങ്ങളുടെ, കോർഡിനേഷന്റെ ഒക്കെയും കാഴ്ചയാണ്. അതിൽ ആരെയും മാറ്റി നിർത്തി ചിന്തിക്കാൻ നമുക്ക് ഇടമില്ല. അത് ഓരോ ഇടങ്ങളിലും ഈ കിലോമീറ്ററുകൾ, ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്ന് എത്രയോ കിലോമീറ്ററുകൾ ദൂരത്തേക്ക് പൊങ്കാലയുണ്ട്. അവിടെയെല്ലാം റെസിഡൻസ് അസോസിയേഷനുകളും ചെറിയ ചെറിയ കൂട്ടായ്മകൾ കേന്ദ്രീകരിച്ച് തുടങ്ങി. ആറ്റുകാൽ ക്ഷേത്രം ഭാരവാഹികൾ, നഗരസഭ, ഫയർഫോഴ്സ്, പോലീസ്, ഗതാഗതം, KSRTC സംവിധാനങ്ങൾ എന്നു വേണ്ട സമസ്ത മേഖലകളിലും എല്ലാവരും ഒന്നായി നിന്നുകൊണ്ട് ഈ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും എത്തുന്ന, പൊങ്കാല അർപ്പിക്കാനായി എത്തുന്ന ഭക്തജന ലക്ഷങ്ങൾക്ക് വേണ്ടി സൗകര്യം ഒരുക്കുന്നു എന്ന ആ ഒരു കാഴ്ച, അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മയുടെ പ്രചോദനവും സന്തോഷവും ഒക്കെ കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. ഷീജ, തീർച്ചയായും കാവ്യ, അതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം അത്രത്തോളം വലിയൊരു ഏകോപനം തന്നെയാണ് ഈ ഒരു ആറ്റുകാൽ പൊങ്കാല മഹോത്സവം അത് പൂർത്തിയാകുന്നത് വരെയും ആവശ്യമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. കാരണം ഇവിടെ എത്തുന്ന ലക്ഷോപലക്ഷം സ്ത്രീ ഭക്തജനങ്ങൾ, അവർക്ക് ഇവിടെ എത്തി പൊങ്കാല അർപ്പിച്ച് മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് സർക്കാരിനും തിരുവനന്തപുരം നഗരസഭയ്ക്കും മുന്നിലുള്ളത്. പക്ഷേ അത് ചിട്ടയായ രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ, കാരണം ഈ ഒരു ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ ഇന്നത്തെ
ദിവസത്തേതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കുന്നത് ഏകദേശം 1 വർഷം മുൻപ് തന്നെ അവർ ആ പ്രവർത്തനത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലെടുത്ത് പറയേണ്ടത് അതിൽ നഗരസഭ ഉൾപ്പെടുന്നുണ്ട്, വിവിധ സർക്കാർ വകുപ്പുകൾ ഉൾപ്പെടുന്നുണ്ട്. അവരുടെ ആ ഒരു ചിട്ടയായ പ്രവർത്തനം തന്നെയാണ് ഈ ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ വരെ പരാതിരഹിതമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളത്. അത് ആ രീതിയിൽ തന്നെ എടുത്തു പറയേണ്ടതും തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്, ഇവിടേക്ക് ഇവരെ എത്തിക്കുന്നതിന് വേണ്ടി, ഇവർ പൊങ്കാലയിടുന്നതിന് വേണ്ടി എത്തിക്കുന്നതിന് വേണ്ടി KSRTCയുടെ പ്രത്യേക സർവീസുകൾ, അത് ഈ പൊങ്കാല അർപ്പിച്ചതിന് ശേഷം ഇവർക്ക് ഇവിടെ നിന്ന് മടങ്ങുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ അവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ ഇവിടുന്ന് മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ KSRTCയും റെയിൽവേ സ്റ്റേഷനിൽ ആ രീതിയിൽ തന്നെ ട്രെയിൻ ഗതാഗതവും ആ രീതിയിൽ തന്നെ സജ്ജമാണ് എന്നുള്ളതാണ്. അതിനൊപ്പം കൂട്ടിച്ചേർക്കേണ്ട മറ്റൊന്ന്, ഇവർ ഈ നഗരം നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം ഈ ക്ഷേത്രത്തിനും 10 കിലോമീറ്റർ ചുറ്റളവിൽ വരെ ഈ പൊങ്കാലയുടെ ഒരു ദൂരം ആ രീതിയിലാണ് നിലനിൽക്കുന്നത്. കാരണം റെസിഡൻസ് അസോസിയേഷനുകൾ ഉൾപ്പെടെ ഈ ഒരു പൊങ്കാല ഏറ്റെടുത്ത അവിടങ്ങളിലെല്ലാം ആ രീതിയിൽ പൊങ്കാല അർപ്പിക്കുന്നതിന്